നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിത്യയുടെ കാര്യത്തില് തെറ്റുപറ്റിപ്പോയോ എന്നൊരു സംശയം. എന്തു സംശയം? കാണാൻ പാടില്ലാത്ത ചിലത് കണ്ടു, കേൾക്കാൻ പാടില്ലാത്ത ചിലത് കേട്ടു. എന്റെ മോൾ ഒരുപാട് വേദനയ്ക്കുന്നുണ്ട് ശിവാനന്ദ. ചേച്ചിക്ക് ഇതുവരെ ഞങ്ങളെയൊന്നും സംശയം മാറിയില്ലല്ലേ? ഇതിനേക്കാൾ നല്ലത് ചേച്ചി ഞങ്ങളോട് ഇറക്കി വിടുന്നത് തന്നെ. സോറി. സാറേ ഇനി എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്ത് കാണിക്കാം. ഒരു മിനിറ്റ്. ഞാൻ ബാങ്കിൽ നിന്ന് ഒരു കടലാസ് എടുത്തു എന്നൊരു സംശയം. ഇനി നമുക്ക് വീട്ടിലേക്ക് പോയാലോ അച്ഛാ? വേണ്ട, മോള് വെക്കോ. എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ഒന്നിന്റെ കാര്യങ്ങൾ കൂടി ഉണ്ട്. എന്നാ ഞാനും കൂടെ വരാം. വേണ്ട, നീ പൊയ്ക്കോ. അച്ഛൻ തനിച്ചു പോകുമ്പോ എനിക്ക് എന്തോ പോലെ. അതുകൊണ്ടാ അച്ഛാ പറയുന്നേ. ഞാനിപ്പോ നിന്റെ അടുത്ത് വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അതിനുമുമ്പ് ഞാൻ തനിച്ചല്ലേ. പിന്നെന്താ ഇപ്പൊ നിനക്കൊരു പുതിയ ടെൻഷൻ? അച്ഛാ, എന്നാലും എത്ര നേരെടുത്താലും കുഴപ്പമില്ല. നമുക്ക് നാളെ തിരിച്ചു പോയാ പോരെ? പറയുന്ന മനസ്സിലാക്ക കൂട്ടി. നീ വീട്ടിലേക്ക് തിരിച്ചല്ലേ നോക്ക്. ഓട്ടോ വല്ലതും കിട്ടുമോ നോക്കാം. ദാ ഒരു ഓട്ടോ വരുന്നുണ്ട്. ആദ്യം മോള് കയറിക്കോ. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അച്ഛൻ വെയിലും കൊള്ളണ്ട. എന്നാ ശരി, ഞാൻ നന്നാ പറ്റില്ല. പെട്ടെന്ന് പോണേ മോളെ. സൂക്ഷിച്ചു പോണേ. ശരി. എന്റെ നളിനി, നിന്റെ മകൻ ലോകത്തിൽ ഏറ്റവും നല്ലവനാണെന്ന് നിനക്ക് തോന്നും.
പക്ഷെ ഒരു കല്യാണമൊക്കെ ആലോചിച്ച് ചെല്ലുമ്പോ അവര് ചെറുക്കനെ കുറിച്ച് നാട്ടിലൊക്കെ ഒന്ന് അന്വേഷിക്കും. ആരോട് ചോദിക്കുന്നു, എന്താ ചോദിക്കുന്നു എന്നൊക്കെ നമുക്കറിയോ. ദുഷ്ടന്മാര് എന്റെ മോനോട് എന്തോ വൈരാഗ്യം ഉള്ളതുപോലെ ചെയ്യുന്നത്. ഏട്ടൻ നോക്കിക്കോ, ഇതേതവനോ ചെയ്തേന്ന് വെച്ചാലേ അവന്റെ വീട്ടിലേക്ക് ഞാനങ്ങ് കേറി ചെല്ലും. അത് തന്നെ കുഴപ്പം. വിമലേട്ടനെ മാത്രമല്ല, അമ്മായിയുടെ ഈ സ്വഭാവവും ആളുകൾ അറിയുന്നുണ്ടാവും. എന്റെ അമ്മ, നിങ്ങളൊക്കെ കുറെ മര്യാദക്കാര്. ഞാനും എന്റെ മോനും മാത്രം ഒന്നിനും കൊള്ളൂല. ആ ഏട്ടനാണല്ലോ അത്. ഏട്ടൻ എന്താ തനിച്ചു വന്നേ? എന്താ അല്ല, നിത്യമോളവിടെ? ഏട്ടനെന്താ തനിച്ചു വന്നേ? പരിഭ്രമിക്കണ്ട, ഞാൻ എല്ലാവരും ഇവിടുന്ന് കാണാൻ വന്നോന്നേ ഉള്ളൂ. ഓ, ഏട്ടനിപ്പോ ഞങ്ങളെയൊന്നും വേണ്ടല്ലോ. മോളുടെ വീട്ടില് സുഖ ജീവിതമല്ലേ. പരാതി ഒന്നും വേണ്ട തള്ളി. എനിക്ക് നിങ്ങളാരും ഒരിക്കലും മറക്കാൻ പറ്റില്ല. നിത്യ ചേച്ചിക്ക് സുഖമാണോ വല്യച്ച? മോളെ, വലിയച്ഛനും ചായ എടുക്ക. ആ, ഇപ്പൊ എടുക്കാം. അല്ല, ഏട്ടൻ വല്ലതും കഴിച്ചാണോ? ശിവാനന്ദ, എനിക്കിതിനോട് കാര്യം പറയാണ്ട്. അവള് ചായ എടുക്കട്ടെ. അതെന്തേട്ടാ, ഞങ്ങൾ ആരും അറിയാതെ നിങ്ങൾ തമ്മിൽ മാത്രം ഒരു കാര്യം. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നന്ദി? ഏട്ടൻ നടന്നേ. ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ചേട്ടന്റെ കണ്ണും മുഖം അത്ര ശരിയല്ല. അമ്മായിക്ക് വേറെ ഒന്നും പറയാനില്ലേ? അച്ഛനും വലിയച്ഛനും ആദ്യമായിട്ടൊന്നും അല്ലല്ലോ രഹസ്യങ്ങൾ പറയുന്നത്. നമ്മൾ കാണുന്നതല്ലേ. പിന്നാലെ വന്നോളും. ആ, എന്താ ഏട്ടാ? നിത്യയുടെ കാര്യത്തില് തെറ്റ് പറ്റിപ്പോയോന്നൊരു സംശയം. എന്തു സംശയം? കാണാൻ പാടില്ലാത്ത ചിലത് കണ്ടു, കേൾക്കാൻ പാടില്ലാത്ത ചിലത് കേട്ടു. എന്റെ മോൾ ഒരുപാട് വേദനയ്ക്കുന്നുണ്ട് ശിവാനന്ദ. നിങ്ങൾ അറിഞ്ഞതും പറഞ്ഞതൊക്കെ സത്യം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവന്റെ കാര്യത്തില് ഇപ്പോ എന്തുണ്ടായി ഏട്ടാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.